CPIM പാർട്ടി നീക്കത്തിന്റെ അനുനയ നീക്കങ്ങളിൽ മയപ്പെട്ട മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരൻ ഇന്നത്തെ പെരുമ്പളം പാലം ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുമോ എന്നതിലാണ് ആകാംക്ഷ. ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി ജി സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്നും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. ആരോഗ്യ കാരണങ്ങളാൽ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന നിലപാടിലാണ് സുധാകരൻ. എന്നാൽ പാർട്ടി പരിപാടികളിൽ വീണ്ടും സജീവമാക്കി പൂർണ്ണമായും അനുനയിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റിയുടെ ശ്രമം. തെരഞ്ഞെടുപ്പ് മേൽനോട്ട കമ്മിറ്റിയിൽ അംഗമാക്കിയെന്ന് ജില്ലാ കമ്മിറ്റി പറഞ്ഞെങ്കിലും ഇക്കാര്യത്തിൽ സുധാകരന് ഔദ്യോഗിക അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. തുടരുന്ന അനുനയ ശ്രമങ്ങളുടെ ഒടുവിൽ സുധാകരൻ അംഗത്വം പുതുക്കുമോ? ന്യൂസ് ആംഗിളിൽ പരിശോധിക്കുകയാണ്. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത്. അമൽ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഇക്കാര്യത്തിൽ സുധാകരൻ്റെ ഒരു തീരുമാനം ഉണ്ടാവാനുള്ള സാധ്യത? കാരണം ജി സുധാകരൻ തന്നെ മുമ്പ് പലപ്പോഴും പരാതിപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം, അദ്ദേഹം മുൻകൈയെടുത്ത് നടപ്പാക്കിയ പല പദ്ധതികളിലും പുറത്തായിക്കോട്ടെ പല പദ്ധതികളിലും പലയിടത്തും അദ്ദേഹത്തിൻ്റെ പേര് പോലും ഇല്ലാതാവുന്ന അവസ്ഥയുണ്ടായി. അദ്ദേഹത്തെ സഹകരിപ്പിക്കാത്ത അവസ്ഥയുണ്ടായി. തൊട്ടുമുമ്പുണ്ടായിരുന്ന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ, പക്ഷേ അദ്ദേഹത്തെ സഹകരിപ്പിച്ചില്ല. അതൊക്കെ അദ്ദേഹത്തിന് വേദനയായിട്ടുണ്ട് എന്ന് മുൻപ് പല ഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇടഞ്ഞു നിൽക്കുമ്പോൾ ഇങ്ങനെയൊരു അനുനയത്തിന് സാധ്യതയുണ്ടോ? ഹർഷൻ, സുധാകരനും CPM-ഉം തമ്മിലുള്ള പ്രശ്നം അവരുടെ ആഭ്യന്തര പ്രശ്നമെന്നായിരുന്നു KC വേണുഗോപാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും സുധാകരനെ പോലുള്ള മുതിർന്ന നേതാവ് കോൺഗ്രസ് പാളയത്തിലേക്ക് പോകുമെന്ന രീതിയിലുള്ള ഒരു പ്രചരണം അത് UDF ക്യാമ്പിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം പ്രചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹം സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം മുന്നോട്ട് വെച്ചപ്പോഴും അത് ലഭിക്കില്ല എന്നുറപ്പായ സാഹചര്യത്തിലായിരുന്നു ഇത്തരം വന്നത്. പക്ഷേ 63 വർഷത്തെ പാർട്ടി പാരമ്പര്യമാണ് സുധാകരനുള്ളത്. അതിൽ 43 വർഷം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗമായിരുന്നു. അപ്പോൾ ഇത്രയധികം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടും വിശേഷ്യ CPI-യുമായും ചേർന്ന് നിൽക്കുന്ന സുധാകരൻ പാർട്ടി വിട്ടു പോകും എന്ന് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആർക്കും വിശ്വസിക്കാൻ പോലും കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ സുധാകരന് വ്യക്തമായിട്ടുള്ള ചില അവഗണനകൾ നേരിട്ടിരുന്നു. അതിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ അതൃപ്തി അദ്ദേഹം പരസ്യമായി തന്നെ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിൽ പ്രധാനമായിരുന്നു പല പദ്ധതികളിലും ജില്ലയിലെ പല പദ്ധതികളിലും തന്നെ പങ്കെടുപ്പിക്കുന്നില്ല എന്നുള്ളത്. ഈ അടുത്ത് തന്നെ പുനർഗേഹം പദ്ധതി നടന്നു. തീരദേശ ജനങ്ങളുടെ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ ഒരു നാടിന് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു അത്. അതിൽ സുധാകരന്റെ പേര് പോലും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും ആ പദ്ധതിയുടെ ശിലാസ്ഥാപനം അല്ലെങ്കിൽ അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയത് സുധാകരനായിരുന്നു. അന്ന് സ്ഥാപിച്ചിരുന്ന ശിലാഫലകം പോലും കാണാതെ പോയി എന്നതാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. ഏതായാലും ഇപ്പോൾ സുധാകരന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നിരിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പും MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളും സമൂഹം വളരെ രീതിയിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ദിവസം CS സുജാതയും അതോടൊപ്പം തന്നെ G ഹരിശങ്കറും സുധാകരനെ വീട്ടിലെത്തി സന്ദർശിക്കുകയായിരുന്നു. ഇതിനുവേണ്ടി സംസ്ഥാന നേതൃത്വം തന്നെയാണ് ഇവരെ നിയോഗിച്ചതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും CS സുജാതയെ പോലെ കേന്ദ്ര കമ്മിറ്റിയിലുള്ള ഒരു അംഗത്തെ തന്നെ സുധാകരനെ മയപ്പെടുത്തുവാൻ വേണ്ടി ഇക്കുറിയും പാർട്ടി ഇറക്കിയെന്നുള്ളതാണ്. ഏതായാലും ഇവരുടെ ചർച്ചയിൽ സുധാകരൻ ഒന്ന് മയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ജി സുധാകരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമെല്ലാം സംസാരിക്കുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അദ്ദേഹം പറയുന്നത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു അവഗണനയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയോട് മുൻപും അറിയിച്ചിരുന്നു. പക്ഷേ പാർട്ടി അതിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് സുധാകരൻ പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് ശേഷം മുമ്പാണ് സുധാകരനെ ആലപ്പുഴയിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മേൽനോട്ട കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയതായി സുധാകരന് അറിഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള ഔദ്യോഗികമായ അറിയിപ്പും നൽകിയിരുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഔദ്യോഗികമായ അറിയിപ്പ് സുധാകരന് ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. തെരഞ്ഞെടുപ്പിൽ സജീവം ന്യൂസ് ആംഗിളിൽ ഈ വിഷയത്തെ വിശദമായി പരിശോധിച്ചത്.